Hello dear students, so we will go into our first class on practicals using Excel. നമ്മൾ തിയറിയിൽ ചെയ്ത പോലെ we shall start with charts. So ഇവിടെ നമുക്ക് ആവശ്യമുള്ളത് ബാർ ഡയഗ്രാംസും പൈ ഡയഗ്രാംസും ആണ്. ബാർ ഡയഗ്രാംസ് ഏത് ടൈപ്പ് ഓഫ് ഡേറ്റയ്ക്കുള്ളതായിരുന്നു? ഇറ്റ് വാസ് ആക്ച്വലി സപ്പോസ് ടു റെപ്രസെൻറ്റ് കാറ്റഗോറിക്കൽ ഡേറ്റ. ആൻഡ് വാട്ട് വാസ് കാറ്റഗോറിക്കൽ ഡേറ്റ? ഡേറ്റ ദാറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു വേരിയസ് കാറ്റഗറീസ്. അതിനെയാണ് കാറ്റഗോറിക്കൽ ഡേറ്റ എന്ന് പറയുന്നത്. നമ്മൾ രണ്ട് രീതിയിലുള്ള ഡേറ്റയാണ് ചാർട്ട്സ് അല്ലെങ്കിൽ ഡയഗ്രാംസ് ഒക്കെ ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. ഒന്ന് കാറ്റഗോറിക്കൽ ഡേറ്റയും ഒന്ന് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനും. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആകുമ്പം അവിടെ ക്ലാസ്, ഒബ്സർവേഷൻ, ഫ്രീക്വൻസി ആ രീതിയിലാണ് ടേബിൾ. ഹിയർ അങ്ങനെയൊന്നുമില്ല. ഇറ്റ് ഇസ് ജസ്റ്റ് കാറ്റഗോറിക്കൽ ഡേറ്റ ഇസ് ജസ്റ്റ് ഡേറ്റ ദാറ്റ് ഇസ് ഡിവൈഡഡ് ഇൻ ടു വേരിയസ് കാറ്റഗറീസ്. രണ്ട് ടൈപ്പ് ഓഫ് കാറ്റഗോറിക്കൽ ഡേറ്റയെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. ഒന്ന് ഈ കിടക്കുന്ന പോലത്തെ. ഇവിടെ മാർക്ക് എന്ന് പറഞ്ഞ ഡേറ്റ ഡിഫറെൻറ്റ് സബ്ജക്ട്സ് അനുസരിച്ച് കാറ്റഗറൈസ് ചെയ്തേക്കാണ്. ഒരു സ്റ്റുഡൻറ്റിൻ്റെ മാർക്കിനെ വേരിയസ് സബ്ജക്ട്സ് അനുസരിച്ച് കാറ്റഗറൈസ് ചെയ്തേക്കുന്നു. ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു സിമ്പിൾ കാറ്റഗോറിക്കൽ ഡേറ്റ എന്ന് പറയാം. ഈ താഴെയുള്ള ഈ സെറ്റ് ഓഫ് ഡേറ്റ കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. ഇവിടെ ആക്ച്വലി മാർക്ക് എന്ന് പറഞ്ഞ എൻറ്റിറ്റിയെ സബ്ജക്റ്റ് അനുസരിച്ചും കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്, വേരിയസ് സ്റ്റുഡൻസ് അനുസരിച്ചും കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് സബ് ഡിവൈഡഡ് കാറ്റഗോറിക്കൽ ഡേറ്റ എന്ന് പറയാം. നമ്മൾ തിയറിയിൽ പഠിച്ച പോലെ സിമ്പിൾ ബാർ ഡയഗ്രാം ഇസ് യൂസ്ഡ് ടു റെപ്രസെൻറ്റ് ദിസ് ടൈപ്പ് ഓഫ് ഡേറ്റ. ആൻഡ് മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം, സബ് ഡിവൈഡഡ് ബാർ ഡയഗ്രാം, പെർസെൻറ്റേജ് ബാർ ഡയഗ്രാം, ഇതൊക്കെയാണ് നമ്മൾ സബ് ഡിവൈഡഡ് കാറ്റഗോറിക്കൽ ഡേറ്റ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് ഇത്രയും ഡയഗ്രാംസും വരയ്ക്കാനായിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ഇവിടെ ജസ്റ്റ് ആ ഡേറ്റ എൻട്രി ചെയ്യാനായിട്ട് നമുക്കിപ്പോൾ ഇവിടെ ചാർട്ട്സ്, ഞാൻ ഫസ്റ്റ് പാർട്ട് ചാർട്ട്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. ചാർട്ട്സ് എന്ന് പറയുന്നത് എൻ്റെ ഈ ഫുൾ സെറ്റിൻ്റെ ഹെഡിങ് ആണെങ്കിൽ വാട്ട് ഐ ക്യാൻ ഡു ഇസ്, ഇതിപ്പോൾ ഒരു കോർണറിലാണ് ആ ചാർട്ട്സ് എന്ന് പറഞ്ഞ പേര്. വാട്ട് ഐ ക്യാൻ ഡു ഇസ് ഐ ക്യാൻ സെലക്ട്, ഇത്രയും സെൽസിനെ സെലക്ട് ചെയ്തിട്ട് മേർജ് ആൻഡ് സെൻറ്റർ എന്ന് കൊടുത്താൽ ചാർട്ട്സ് ബിക്കം, ആ ചാർട്ട്സ് എന്ന് പറഞ്ഞ വേർഡ് അതൊരു ഫുൾ സെറ്റിൻ്റെ ഹെഡിങ് പോലെ വരും. അപ്പോൾ ഇതൊക്കെ ചെറിയ ചെറിയ എഡിറ്റിംഗ് ആണ്. ഇപ്പോൾ നമുക്ക് സ്റ്റുഡൻറ്റ് എ എന്നുള്ള പേര് മാറ്റിയിട്ട് സപ്പോസ് ഐ വാണ്ട് ടു റൈറ്റ് ശുഭ there, I can do that. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഏത് സെല്ലിനെയാണോ എഡിറ്റ് ചെയ്യേണ്ടത് അതിൻ്റെ ഫോർമുല ബാറിൽ പോയി ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ആ വാല്യൂവിനെ എഡിറ്റ് ചെയ്യാം. 25 എന്നുള്ളതിനെ എനിക്ക് 29 ആക്കണമെങ്കിൽ ഐ ക്യാൻ സിംപ്ലി ചേഞ്ച് ഇറ്റ് there. അത് കഴിഞ്ഞ് പുറത്ത് വന്ന് ക്ലിക്ക് ചെയ്താൽ ഇറ്റ് ഈസ് ചേഞ്ച്ഡ്. പക്ഷേ ദ only thing that you have to take care is you have to press the Ctrl S button or the file save option. ഇടയ്ക്കിടയ്ക്ക് ചെയ്തോണം, so that whatever changes you make here is saved. നമുക്കിനിയും എന്താ പറയുക, ഡയഗ്രാംസ് വരയ്ക്കുന്നതിലേക്ക് പോകാം. സോ ദ ഫസ്റ്റ് തിങ് ഈസ് ടു ഡ്രോ എ സിമ്പിൾ ബാർ ഡയഗ്രാം. ഏത് ഡയഗ്രാം വരയ്ക്കാനാണെങ്കിലും ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു സെലക്ട് ദ ഡേറ്റ. ഒരു ഡേറ്റയെ സെലക്ട് ചെയ്യാൻ വാട്ട് യു ഹാവ് ടു ഡു ഇസ് യു ക്യാൻ ക്ലിക്ക് ഓൺ ദ ഫസ്റ്റ് സെൽ, എന്നിട്ട് ലെഫ്റ്റ് മൗസ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് ഇങ്ങനെ കഴ്സർ മൂവ് ചെയ്താൽ ഇറ്റ് ഗെറ്റ് സെലക്റ്റഡ്. അതല്ലെങ്കിൽ ഫസ്റ്റ് സെല്ലിൽ വെച്ചിട്ട് ഷിഫ്റ്റ് കീ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് ആരോ കീസ് മൂവ് ചെയ്താലും യു ക്യാൻ സെലക്ട്. അപ്പോൾ വിച്ച് എവർ വേ യു വാണ്ട് യു ഹാവ് ടു സെലക്ട് ദ ഡേറ്റ ആൻഡ് ദെൻ യു ഹാവ് ടു ഗോ ടു ഇൻസേർട്ട് ചാർട്ട്സ്. ഇതാണ് ചാർട്ട്സിൻ്റെ സെക്ഷൻ. ഇതിൽ രണ്ട് ടൈപ്പ് ഓഫ് ചാർട്ട്സ് മാത്രമേ നമുക്കുള്ളൂ. ഈ ഫസ്റ്റ് വൺ വിച്ച് ഇസ് ദ കോളം ഓർ ബാർ ചാർട്ട് ആൻഡ് ദിസ് വൺ വിച്ച് ഇസ് ദ പൈ ചാർട്ട്. ഈ രണ്ടെണ്ണം മാത്രമാണ് നമ്മളുടെ സിലബസിൽ ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ നമ്മൾ ബാർ ഡയഗ്രാം എന്ന് പറയുന്നതിനെ എക്സൽ നോമൻക്ലേച്ചർ അനുസരിച്ച് അത് കോളം ഡയഗ്രാംസ് ആണ്, കോളം ചാർട്ട്സ് ആണ്. അതായത് വേർട്ടിക്കൽ ബാർസിനെ എക്സൽ കോളംസ് എന്നും ഹൊറിസോണ്ടൽ ബാർസിനെയാണ് എക്സൽ ബാർ എന്നും വിളിക്കുന്നത്. നമ്മൾ ഈ ഒരു ഡേറ്റ ആദ്യം നമ്മൾ വന്നു, ഡേറ്റ സെലക്ട് ചെയ്തു, ഇൻസേർട്ടിൽ ഡയഗ്രാംസിൻ്റെ സെക്ഷനിൽ പോയിട്ട് ആ ഐക്കോണിനെ ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്യുമ്പോൾ യു ഗെറ്റ് ഓൾ യുവർ ഓപ്ഷൻസ്. ആ ഓപ്ഷൻസിൻ്റെ മേലെ കൂടെ മൗസ് മൂവ് ചെയ്താൽ യു ക്യാൻ ആക്ച്വലി സീ ഹൗ ദ ഡയഗ്രാംസ് വിൽ ലുക്ക് ലൈക്ക്. കണ്ടോ, മൗസ് മാറുന്നതനുസരിച്ച് ദ വേരിയസ് ഗ്രാഫ്സ് ആർ ബീങ് ഡ്രോൺ ഓൺ ദ എക്സൽ ഷീറ്റ്. നമുക്ക് ഏതാണോ ഇഷ്ടം, ഇപ്പോൾ ഇവിടെ മൾട്ടിപ്പിളിനും എൻ്റെ സബ് ഡിവൈഡിനൊന്നും മീനിങ് ഇല്ല, കാരണം സിമ്പിൾ ഡേറ്റയാണ്. അതുകൊണ്ട് നമ്മൾ ഏതെങ്കിലും ഒരെണ്ണം ചൂസ് ചെയ്യുന്നു ആൻഡ് യു ഗെറ്റ് യുവർ ഗ്രാഫ് ഓൺ ദ ഷീറ്റ്. ഇതിനെ യു ക്യാൻ select it and drag it wherever you want. അതല്ലെങ്കിൽ ഈ ഹാൻഡിൽസിനെ വെച്ചിട്ട് you can increase or decrease its size. You can place it wherever you want. എന്നിട്ട് ആ ചാർട്ട് ഏരിയയിൽ എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ 2-3 ഓപ്ഷൻസ് കിട്ടും. These are for editing the chart.
ഈ പ്ലസ് ക്ലിക്ക് ചെയ്താൽ ഒന്നാമത്തേത് ആക്സിസ് ആണ്. ആക്സിസ് എന്ന് വെച്ചാൽ ദണ്ട് ഇത് ഈ 50 വാല്യൂസ് മാർക്കിൻ്റെ വാല്യൂസും സബ്ജക്റ്റിൻ്റെ പേരും എഴുതിയേക്കുന്ന ഇതിനെയാണ് നമ്മൾ എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസ്. ദിസ് ഇസ് എക്സ് ആക്സിസ്, ദിസ് വൈ ആക്സിസ്. അത് കാണണമെങ്കിൽ അത് ടിക്കിടാം, ടിക്ക് മാറ്റിയാൽ അതെല്ലാം അങ്ങ് പോകും. ആക്സിസ് ടൈറ്റിൽസ് വേണമെങ്കിൽ ഇവിടെ എനിക്ക് മാർക്ക് എന്ന് എഴുതണം, അല്ലെങ്കിൽ ഇവിടെ സബ്ജക്റ്റ് എന്ന് എഴുതണം, ഇവിടെ മാർക്ക് എന്ന് എഴുതണം. അങ്ങനെയാണെങ്കിൽ യു ക്യാൻ ജസ്റ്റ് സെലക്ട് ആക്സിസ് ടൈറ്റിൽസ്. എന്നിട്ട് ഇവിടെ പോയിട്ട് അതിനുള്ളിൽ ക്ലിക്ക് ചെയ്ത് you can delete it and write subjects. Here it is marks, so I can click there, select it and write it as marks. So whatever you want you can do. If you don't want to see this, you can either click here or you can it's not directly selectable. Yeah, it is no problem. You can go here. കൊച്ചു കൊച്ചു ലൈൻസ് ഒന്നും വേണ്ടെങ്കിൽ അത് ഗ്രിഡ് ലൈൻസ് എന്നാണ് അതിൻ്റെ പേര്. അതിനെ അങ്ങ് ഡീസെലക്ട് ചെയ്താൽ ആ ലൈൻസ് അങ്ങ് പോവും. എപ്പോഴും whenever you click on the graph, the data associated will be highlighted like this. ഏത് ഡേറ്റയുടെ ഗ്രാഫ് ആണെന്ന് അറിയാനായിട്ട് ആ ഗ്രാഫ് ക്ലിക്ക് ചെയ്താൽ മതി, ഡേറ്റ ഓട്ടോമാറ്റിക്കലി വിൽ ബി സെലക്റ്റഡ്. അതുപോലെ ഡേറ്റയിൽ എന്ത് ചേഞ്ച് വരുത്തിയാലും അത് ഓട്ടോമാറ്റിക്കലി ഗ്രാഫിൽ അപ്ഡേറ്റ് ആവും. ഇപ്പം ഞാൻ ഈ 29 പകരം സപ്പോസ് ഐ എം മേക്കിംഗ് ഇറ്റ് as 50. See, immediately the graph has changed. Okay, suppose this is 10 or 05, then it goes. Pinne you can also idile click ചെയ്താൽ using this you can change the color, you can change the style. ഇത് ഫോമാറ്റിംഗ് ആണ്, ഡിഫറെൻറ്റ് സ്റ്റൈൽസ് ആണ്. എന്നിട്ട് ഇതിൽ പോയി ക്ലിക്ക് ചെയ്താൽ ഈ റൈറ്റ് ഗ്രാഫിൽ സെലക്ട് ചെയ്യുന്നതും ഇങ്ങനൊരു ബോക്സ് ഇവിടെ വരും. ഇതിനകത്ത് ഈ ഫിൽ എന്ന് പറയുന്നതാണ് കളർ ചേഞ്ചിനുള്ളത്. യു ക്യാൻ സെലക്ട് ഇറ്റ് ആൻഡ് ഇഫ് യു വാണ്ട് some other color you can use that orange. See, so in this way you can actually edit your charts. Again, exam point of view la editing inde avashyilla, because you just have to draw it. That is the only thing that they look for. നമ്മൾ ഇതൊക്കെ ചെയ്യുന്ന ഇങ്ങനെയൊക്കെയുള്ള എഡിറ്റിംഗ് ഒക്കെ യൂസ് ചെയ്യുന്നത് ഒരു റിപ്പോർട്ട് ഉണ്ടാക്കുമ്പോഴോ ഒരു അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യുമ്പോഴോ ഇഫ് യു വാണ്ട് ടു ബ്യൂട്ടിഫൈ സംതിങ് യു ക്യാൻ യൂസ് ഓൾ ദീസ് ഓപ്ഷൻസ്. അപ്പോൾ ഇതാണ് സിമ്പിൾ ബാർ ഡയഗ്രാം. ഇതിൻ്റെ തന്നെ നെക്സ്റ്റ് സ്റ്റെപ്പാണ് മൾട്ടിപ്പിൾ അല്ലെങ്കിൽ സബ് ഡിവൈഡഡ് അല്ലെങ്കിൽ പെർസെൻറ്റേജ് ബാർ ഡയഗ്രാം. അതിന് ചെയ്യേണ്ടത് അതിൻ്റെ കറസ്പോണ്ടിങ് ഡേറ്റ എൻറ്റർ ചെയ്യാം. ഡേറ്റ എൻറ്റർ ചെയ്ത ശേഷം ആ ഫുൾ ഡേറ്റയെ സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തിട്ട് സെയിം പ്രൊസീജിയറാണ്. ഗോ ടു ഇൻസേർട്ട്, ഗോ ടു ചാർട്ട്സ്, എന്നിട്ട് അതേപോലെ ജസ്റ്റ് മൂവ് ദ മൗസ്. ദിസ് ഈസ് മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം. എക്സലിൻ്റെ പേര് ക്ലസ്റ്റേർഡ് കോളം എന്നാണ്. ദിസ് ഇസ് സബ് ഡിവൈഡഡ് ബാർ ഡയഗ്രാം. ഇവരുടെ പേര് സ്റ്റാക്ഡ് കോളം എന്നാണ്. ഇത് നമ്മളുടെ പെർസെൻറ്റേജ് ബാർ ഡയഗ്രാം. ഇവരുടെ പേര് 100% സ്റ്റാക്ഡ് കോളം. അതിൻ്റെ തന്നെ 3 ഡയമെൻഷണൽ സ്റ്റൈൽസ് ആണ് ഇതൊക്കെ. പിന്നെ അതിനെ ഹൊറിസോണ്ടലായിട്ട് ഇവരെ സംബന്ധിച്ചോളം ബാർ എന്നുള്ള സംഗതി യു ക്യാൻ ചൂസ് വിച്ച് എവർ യു വാണ്ട്. ഇഷ്ടമുള്ള ഏത് സ്റ്റൈലിലേതും ചൂസ് ചെയ്യാം. ചൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനെ റീസൈസ് ചെയ്ത് place it where you want. You can just change it little more and I'll place it nearer. എന്നിട്ട് നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ പേര് ചേഞ്ച് ചെയ്യാം. അതർവൈസ് യു ക്യാൻ ഈവൻ ചേഞ്ച് ദ കളർ കോഡിങ്. ഇവിടെ പോയിട്ട് ഫില്ലിൽ പോയിട്ട് ഗ്രേക്ക് പകരം സപ്പോസ് ഐ എം ടേക്കിംഗ് റെഡ്, ഇറ്റ് ബിക്കംസ് റെഡ്. ഈവൻ യു ക്യാൻ ചേഞ്ച് ദ ബാക്ക്ഗ്രൗണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഫില്ലിൽ പോയി ഇപ്പോൾ വൈറ്റ് ഫില്ലാണ് കിടക്കുന്നത്, എനിക്ക് അതിന് പകരം വേണമെങ്കിൽ ഐ ക്യാൻ യൂസ് എ ബ്ലാക്ക് ഫിൽ. സി, അതല്ല നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറെൻറ്റ് വേരിയസ് സ്റ്റൈൽസ് ആണ് വേണ്ടുന്നതെങ്കിൽ യു ക്യാൻ ചൂസ് എനി ഓഫ് ദീസ്. കണ്ടോ, ഇവിടെ കുറേ എണ്ണം ഉണ്ട്. ഇതിനകത്ത് ഡ്രോപ്പ് ഡൗൺ ആരോ അല്ലെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്താൽ എല്ലാം കാണാം. വിച്ച് എവർ യു വാണ്ട് യു ക്യാൻ ചൂസ്. സോ ഇൻ ദിസ് വേ യു ക്യാൻ ഡ്രോ all the type of bar diagrams അല്ലെങ്കിൽ column diagrams and you can edit them according to your wish. So in that the procedure, we enter the marks or the data first, then select the data and draw the diagram. So this is the section on bar charts. Time is over, so we will deal with the remaining in the next class. Thank you.